ഫാബ്രിക്, പല ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡ്രസ്സും അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സിന് ഫാബ്രിക്കിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഫുൾ കളർ സോഫ അല്ലെങ്കിൽ സോഫ ഫാബ്രിക്. ഫാബ്രിക്ക് നമ്മുടെ മൂഡിനനുസരിച്ച് ചൂസ് ചെയ്യാം, ഫീലിന് അനുസരിച്ച് ചൂസ് ചെയ്യാം. എന്താ പറയുന്നത്, നമ്മുടെ ഭിത്തിയുടെ കളർ, വാൾ കളറിനനുസരിച്ച് ചൂസ് ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പലതരം ഫാബ്രിക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വരുന്ന എപ്പോഴും ജൂട്ട് ഫാബ്രിക് ആയിരിക്കും. ഈ ജൂട്ടിനകത്ത് തന്നെ പല വേരിയേഷനിലുണ്ട് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് തൊട്ട് ഡാർക്ക് ഷെയ്ഡ് വരെ ജൂട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടെ നല്ല ഫാബ്രിക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഫാബ്രിക്സ് ഉണ്ട്. സിൽക്ക് ഫാബ്രിക്, മോൾഫിനോ ഫാബ്രിക്, അങ്ങനെ പല ഫാബ്രിക്സ്. റെക്സിൻ ഫാബ്രിക് ഉണ്ട്, പ്യൂർ ലെതറിലുള്ള ഫാബ്രിക്സ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്കിപ്പോൾ കവർ ചെയ്യാൻ പറ്റില്ല. എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരു ഫാബ്രിക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഫാബ്രിക് നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് പല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല സ്മൂത്താണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ളത് കാരണം ഞാൻ ഈ റീസൺ പറയുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാകും കേട്ടോ. ഇത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഉള്ള ഒരു ഫാബ്രിക്കാണ്. പിന്നെ ഇത് ഒരു കിഡ് ഫ്രണ്ട്ലി ഫാബ്രിക്കാണ്. ഇപ്പം കുഞ്ഞു മക്കളോ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഫാബ്രിക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും മേജർ ഒരു ഫാക്ട്, നമ്മുടെ ഫാമിലിയിൽ ഒരു പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ് ഫ്രണ്ട്ലി ഫാബ്രിക്കാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ആൻറ്റി സ്ക്രാച്ച് എന്ന് വെച്ചാൽ സ്ക്രാച്ച് വീഴാൻ ആൻറ്റി സ്ക്രാച്ച് ഫാബ്രിക്കാണ്. ഇതുണ്ട്, ഇതിനകത്തോട്ട് സ്ക്രാച്ച് വീഴുമ്പോൾ ഒന്നും പറ്റുന്നില്ല. എൻ്റെ നെയിൽസ് ഉണ്ട്, നെയിൽസ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടാണ് സ്ക്രാച്ച് ചെയ്യുന്നത്. ഒന്നും പറ്റുന്നില്ല ഈ ഫാബ്രിക്കിൽ. പക്ഷെ വേറെ ഫാബ്രിക്, ഈ ജൂട്ടായാലോ ലൈക്ക് റെക്സിൻ, അതൊക്കെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഫാബ്രിക്കിൽ നമ്മളുടെ പെറ്റ്സ് എന്തെങ്കിലും വന്ന് സ്ക്രാച്ച് ചെയ്യുവാണെങ്കിൽ ഒന്നും പറ്റില്ല. സോ ദിസ് ഈസ് എൻ ആൻറ്റി സ്ക്രാച്ച് ഫാബ്രിക് ടു. പിന്നെ ഇനിയിപ്പം പാർട്ടി നൈറ്റ് ഒക്കെ ആണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആൽക്കഹോൾ വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് വീണാലും ഈസി ടു ക്ലീൻ ആണ്. അന്നും പിന്നെ ഒരു ഡെമോ ആയാലും സ്ക്രാച്ച് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ലെന്ന് ഞാൻ കാണിച്ചില്ലേ. ഞാനിപ്പോൾ ഡാർക്ക് ഒരു അത്യാവശ്യം കാണാൻ പറ്റുന്ന ഷെയ്ഡാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. ഇതേപോലെ ടീയോ കോഫിയോ എന്തെങ്കിലും സ്പില്ലാവുകയാണെങ്കിലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് ഈ വെള്ളം കിടക്കുന്നത് കണ്ടോ, ജസ്റ്റ് ഒരു സ്വൈപ്പ്, ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, ഫാബ്രിക് സേഫാണ്. നമ്മളിവിടെയാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചത്. നോർമലി ഒരു ഫാബ്രിക്കിനകത്ത് എന്താ പറ്റുക, ഇതിൻ്റെ താഴ്ഭാഗം നനയും. പക്ഷെ ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ ഭാഗം ഒന്നും നനഞ്ഞിട്ടില്ല. ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്താണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. ഇതുണ്ട്, ഇത് അതുമാതിരി തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു ഇത് കാണും, പക്ഷെ പേടിക്കണം, ഇത് വാട്ടർ റെസിസ്റ്റൻറ്റ് ഉള്ളൊരു ഫാബ്രിക്കും കൂടെയാണ്. അപ്പോൾ എങ്ങനെയാ, ഈ ഫാബ്രിക് തന്നെ അങ്ങ് കൺഫേം ചെയ്താലോ?